പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. സ്വലാത്ത് 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 സ്വലാത്ത്. സ്വലാത്തിന്റെ മാസ്മരിക പ്രപഞ്ചം സൃഷ്ടിക്കേണ്ട ഉമ്മമാരോട് പറയാറുള്ളത്, പണ്ട് വിനീതനായ മൗലവി പ്രസംഗിച്ചിട്ടുണ്ട്, സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മമാര് പെങ്ങന്മാര് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അന്ന് ചൊല്ലാൻ തുടങ്ങിയ സ്വലാത്ത് മുടക്കാതെ ഇന്ന് ചൊല്ലുന്ന സഹോദരി സഹോദരങ്ങളുണ്ട്. അന്ന് തുടങ്ങിക്കോ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ആവർത്തിച്ചു പറയുകയാ, അല്ലാഹു തആല ഒരുപാട് പ്രതിസന്ധി തന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് 10 കൊല്ലം എല്ലാം വിട്ട് ജയിലിന്റെ ഏകാന്തതയിൽ കിടക്കേണ്ടി വന്നത്. ആ ഘട്ടത്തിൽ പോലും എന്റെ സഹോദരങ്ങളെ ഫഖർ പറയുകയല്ല, അഹങ്കാരം പറയുകയല്ല, അതികഠിനമായ രോഗത്തിന് അടിമപ്പെട്ട് ഷുഗർ, ഡയബറ്റിക് ന്യൂറോപ്പതിയായി മാറി 500 600 എന്ന കണക്കിന് ഷുഗർ വർദ്ധിച്ച് ഡയബറ്റിക് ന്യൂറോപ്പതിയായി മാറി. ഒരു രാത്രിയിൽ ഉറക്കമില്ല. 400 500 വരെ ഷുഗർ എത്തിയിട്ട് ഉറങ്ങാതെ കൈയും കാലുമെല്ലാം വേദനിച്ച് നരമ്പ് തള്ളിയിട്ട് ഇങ്ങനെ തള്ളി വരും. ശരീരത്തിലെ നരമ്പുകൾ ഇങ്ങനെ എഴുന്നു വരും. ഷുഗറിന്റെ കാഠിന്യം കൊണ്ട് മരുന്ന് കിട്ടുന്നില്ല. ജയിലിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ മരുന്നാണ്. അത് കഴിച്ചിട്ട് രോഗം മാറുന്നുമില്ല. 4 കൊല്ലം ഭാര്യയും മക്കളെയും കാണാനും അനുവദിച്ചില്ല. ഈ 4 വർഷക്കാലം അനുഭവിക്കേണ്ടി വന്ന അസുഖങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഇതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ജയിലിന്റെ ഭിത്തിയിലെ ഹബീബായ നബിയുടെ റൗള ശരീഫിന്റെ ഒരു ഫോട്ടോ ഒട്ടിച്ച് ആ റസൂലുള്ളാഹിന്റെ റൗള അതിനു മുമ്പ് കാണാൻ ഭാഗ്യം കിട്ടിയില്ല. ആ ഭാഗ്യം ഹജ്ജ് ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷമാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോകാനുള്ള ഭാഗ്യം ഉൾപ്പെടെ കിട്ടിയത്. ചുരുക്കി ഞാൻ പറയുകയാ, സ്വലാത്ത് സ്വലാത്ത്. അതുകൂടാതെ എനിക്ക് കിട്ടുന്ന സമാധാനം ഞാൻ എല്ലാ വേദികളിലും പറയുന്നതാ. ജയിലിലേക്ക് വരുന്ന കത്തുകളായിരുന്നു. ആ കത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയും അൻവാർശ്ശേരിയിലെ ഉസ്താദുമാരും കുട്ടികളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും പ്രവർത്തകരും ഒക്കെ എഴുതുന്ന കത്തുകൾ. ആ കത്ത് കിട്ടുമ്പോൾ വല്ലാത്ത ആശ്വാസമാ തോന്നാറുള്ളത്. അങ്ങനെ ഒരു ദിവസം തിങ്കളാഴ്ച കിട്ടിയ കത്ത്, ആ കത്തില് എന്റെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയായുടെ സ്പീഡ് പോസ്റ്റ് കത്തുണ്ടായിരുന്നു. ആ കത്ത് ആദ്യം പൊട്ടിച്ചു വായിച്ചു. അത് കഴിഞ്ഞ് പരിചയമുള്ള കൈയക്ഷരമുള്ള കത്തുകളൊക്കെ എടുത്തു വായിച്ചു. പരിചയമില്ലാത്ത ഒരു ഇല്ലന്റ് കണ്ടു. അത് അക്ഷരത്തെറ്റോടുകൂടി എഴുതിയ ഇല്ലന്റ്. ആ ഇല്ലന്റ് ഞാനങ്ങ് മാറ്റിവെച്ചു. മറ്റു കത്തുകളെല്ലാം വായിച്ചു കഴിഞ്ഞ് അവസാനമാണ് ഞാൻ ആ ഇല്ലന്റ് പൊട്ടിക്കുന്നത്. ആ ഇല്ലന്റ് പൊട്ടിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി, റബ്ബേ, ഞാൻ ആദ്യം പൊട്ടിക്കേണ്ട കത്തായിരുന്നല്ലോ ഇത്. ആ ഇല്ലന്റ് വയനാട് ജില്ലയിലെ ഒരു കുഗ്രാമത്തിലെ ചെറ്റക്കൂരയിൽ കറണ്ടില്ലാത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി എഴുതിയ കത്താ. ഇന്നും ആ കത്തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ ഞാൻ കൊടുത്ത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കത്താ. ആ പ്രിയപ്പെട്ട പെങ്ങൾ എനിക്ക് എഴുതിയ കത്ത്. ആ കത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുതിയത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാ. വളരെ മോശമായ കൈയക്ഷരത്തിൽ അക്ഷരത്തെറ്റോടുകൂടി എഴുതിയിരിക്കുന്ന കത്ത്. ഉസ്താദേ, എന്റെ വീട്ടിൽ കറണ്ടില്ല, അതുകൊണ്ട് തന്നെ ടിവിയും ഇല്ല, അതുകൊണ്ട് CD ഇട്ട് കാണാനുള്ള സൗകര്യവുമില്ല. ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന ടേപ്പ് റെക്കോർഡറാണ് ഉള്ളത്. ആ ടേപ്പ് റെക്കോർഡറിൽ നിങ്ങളുടെ പഴയ കാസറ്റുകൾ, ഓഡിയോ കാസറ്റുകൾ കിട്ടിയിട്ട് അതിട്ട് കേൾക്കാൻ തുടങ്ങി. അതിനകത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന കാര്യവും സ്വലാത്തിന്റെ മഹത്വവും സ്വലാത്ത് കൊണ്ട് അത്ഭുതകരമായി റസൂലുള്ളാഹിന്റെ സ്വപ്നത്തിൽ കണ്ട MBBS പഠിക്കുന്ന സൽമാ ബിബിയുടെ കഥയും ഒക്കെ കേട്ടപ്പോൾ ഞാൻ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. കൂലിവേല ചെയ്ത് കുടുംബം പോറ്റുന്ന സഹോദരിയാ, രോഗിയായ ഭർത്താവാ, പകലന്തിയോളം ജോലി ചെയ്യാൻ പോകും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ CD-യിൽ കാസറ്റിൽ പറയുന്നത് പോലെ ആ സമയത്തൊക്കെ എന്റെ ചുണ്ട് ചലിച്ചോണ്ടേയിരിക്കും. ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സ്വലാത്ത് ചൊല്ലുകളെ, കുഞ്ഞുങ്ങളെ തൊട്ടിലിട്ടാട്ടുമ്പോൾ സ്വലാത്ത് ചൊല്ല്, വെള്ളം കോരുമ്പോൾ സ്വലാത്ത് ചൊല്ല്, ഭർത്താവിന്റെ വസ്ത്രം അലക്കുമ്പോൾ സ്വലാത്ത് ചൊല്ല്. ഇതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാ. അതെടുത്തെഴുതിക്കൊണ്ട് പറയുന്നത് കേട്ടതിന് ശേഷം ഒരു നിമിഷം പോലും സ്വലാത്തിൽ ഒഴിയാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. വെള്ളിയാഴ്ച രാവായാൽ റസൂലുള്ളാഹിനെ കാണാൻ പറ്റുമോ എന്ന ആഗ്രഹത്തില് ഒരുപാട് സ്വലാത്ത് ഉറക്കമൊഴിഞ്ഞിരുന്ന് ചൊല്ലുമായിരുന്നു. ഈ കത്ത് ഞാൻ എഴുതുന്നത് വെള്ളിയാഴ്ചയാ. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ കത്തെഴുതുന്നത്. ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച രാവ്. എന്നത്തെയും പോലെ ജോലി ഒതുങ്ങിയിട്ട്
ഇശാ നമസ്കരിച്ചിട്ട് ഒന്നുകൂടെ നമസ്കാരപ്പായയിൽ ഞാൻ ഇരുന്നു. ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലി, ആയിരക്കണക്കിന് സ്വലാത്ത് ഞാൻ ചൊല്ലി. സ്വലാത്ത് ചൊല്ലി 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 എപ്പോഴാണ് മയങ്ങിയതെന്നറിയില്ല. സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെ റസൂലുള്ളാഹിനെ കാണണമെന്ന ആഗ്രഹം അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. വെള്ളിയാഴ്ച രാവിലെ ഇന്നലത്തെ എന്റെ മയക്കത്തില് ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അള്ളാന്റെ റസൂലിനെ ഞാൻ കണ്ടു. അല്പസമയമാണ് ഞാൻ റസൂലുള്ളാഹിനെ കണ്ടത്. ഹബീബായ നബിയുടെ നെറ്റിത്തടത്തിന്റെ തിളക്കത്തെ പറ്റി, അവിടുത്തെയുടെ മുഖകാന്തിയെ പറ്റി, അവിടുത്തെയുടെ മുടിയെ പറ്റി ഒക്കെ ആ കഴിയുന്ന തെറ്റായ അക്ഷരത്തെറ്റുള്ള കൈയക്ഷരത്തിൽ എഴുതിയ പ്രിയപ്പെട്ട പെങ്ങള് പറഞ്ഞു. ഞെട്ടി ഉണർന്നു കഴിഞ്ഞിട്ട് കുറെ സമയം വരെയും എന്റെ റൂമിൽ നാം മണം പോയില്ല. ആ സുഗന്ധം എന്റെ റൂമിൽ ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടേയിരിക്കുകയാ. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇല്ലെന്ന് വാങ്ങിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഈ വിവരം ഞാൻ എഴുതുകയാണെന്ന് പറഞ്ഞ് എഴുതിയ കത്ത് ഞാനെന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഒരനുഭവമല്ല എത്ര എത്ര അനുഭവങ്ങളാ വിനീതനായി എനിക്ക് പറയാനുള്ളത്. എത്ര പെട്ടെന്നാണ് അല്ലാഹു തആല ചില ചെറുപ്പക്കാരിൽ മാറ്റമുണ്ടാക്കുന്നത്. കാണുന്നതെന്നാ പുണ്യാരൗളയിൽ പോകുന്നതെന്നാ ഓമനം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂങ്ങുന്നതെന്നാണ് കാണുന്നതെന്നാ പുന്നാരൗളയിൽ പോകുന്നതെന്നാ ഓമനം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂങ്ങുന്നതെന്നാണ്